ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ ആൻഡ് ഏവൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ, അതായത് അവർ 10 പേരാണ് ഉള്ളത്, അമ്മ ഉൾപ്പെടെ. അപ്പോൾ അതിൽ അവരുടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് വാഗമണിലേക്ക് ഒരു യാത്ര പോയി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്ന രണ്ടാമത്തെ യാത്രയാണ് ഇത്. കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ കന്യാകുമാരി പോയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള ആദ്യത്തെ യാത്ര. ആ ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ വർഷവും ഞങ്ങൾ അതുപോലെ ഒരു യാത്ര സംഘടിപ്പിച്ചു. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ പ്രാവശ്യവും ഡിസംബർ 26 തന്നെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഡിസംബർ 26 വെളുപ്പിന് 1 മണിക്കാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. ഞങ്ങളുടെ ഈ യാത്രയിൽ 3 വയസ്സ് മുതൽ പ്രായമുള്ള എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരും തന്നെ ഉറങ്ങിയിട്ടില്ല. രാത്രി 1:30-ക്കുള്ള ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഞങ്ങളുടെ യാത്രയിൽ ആദ്യം പോയത് പുതുപ്പള്ളി ചർച്ചിലേക്കായിരുന്നു. വെളുപ്പിന് ഒരു 5:30 എന്തോ ആണ് ഞങ്ങൾ അവിടെ എത്തിയതെന്നാണ് ഓർമ്മിക്കുന്നത്. അവിടെ പോയി ആ ചർച്ചൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലമൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയത്. പോകുന്ന വഴിയിൽ ഭരണങ്ങാനം പള്ളിയിലിറങ്ങി ഫ്രഷായി അവിടെ നിന്നും ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും വാഗമണിലേക്ക് പോയത്. ഫുഡൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആഹാരം ഉണ്ടാക്കിക്കൊണ്ടാണ് പോയത്. വാഗമണിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ ആവശ്യമായ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ 44 പേര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടാണ് പോയത്. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നവരും ഫുഡ് കൊണ്ടുവന്നതാണ് കണ്ടത്. ഇന്നത്തെ കാലത്ത് ഇതുപോലെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ചുള്ള യാത്ര വളരെയധികം ആവശ്യമാണ് കേട്ടോ. കുട്ടികളുള്ള ഫാമിലീസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് നമ്മുടെ ബന്ധുക്കളെ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ വയ്ക്കുമ്പോൾ എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനുള്ളൊരു ചാൻസ് ഉണ്ടാകുന്നു. അതുപോലെ നമ്മളിങ്ങനെ ഒരു വലിയ ഫാമിലി ആയിട്ട് ടൂറൊക്കെ പോകുമ്പോൾ ഫുഡൊക്കെ ഒരുമിച്ച് വെച്ച് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. എല്ലാവരും ഒരു സ്ഥലത്ത് കൂടി ഒരുമിച്ച് ഭക്ഷണമൊക്കെ വിളമ്പി കഴിക്കുമ്പോൾ അത് ഭയങ്കര ഒരു രസമായിട്ട് തോന്നും എല്ലാവർക്കും. ഞങ്ങൾ 2 നേരത്തെ ഭക്ഷണമാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്, രാവിലത്തതും ഉച്ചത്തതും. കാരണം ഞങ്ങൾ തലേദിവസം, അതായത് 26-ാം തീയതി വെളുപ്പിന് 1:30-ക്ക് തിരിച്ചതുകൊണ്ട് തന്നെ രാത്രിയുള്ള ഭക്ഷണം കൊണ്ടുപോയാൽ അത് എങ്ങനെയാവുമെന്ന് അറിയാൻ വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം പുറത്ത് നാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആഹാരം അങ്ങനെ കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങളൊരു 8:30-9 മണിക്കകത്ത് തന്നെ രാവിലെ അവിടെ എത്തി, വാഗമണെത്തി. അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ആദ്യം കണ്ടതിന് ശേഷം പിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി. ഈ കാണുന്ന സ്ഥലം കാരിക്കാട് വ്യൂ പോയിൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ മനോഹരമായി കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതുപോലെ നല്ല കാറ്റാണ് കേട്ടോ. ഇതുപോലെ ചെറിയ വഴികളൊക്കെ ഉണ്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി നടക്കാനൊക്കെ. അവർക്ക് വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പാർക്കിംഗ് ഒന്നുമില്ല. അത് നമുക്ക് റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്. ഈ കാരിക്കാട് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ വാഗമൺ മെഡോസ് അങ്ങനെ കയറി പോകുന്ന ഹൈ റേഞ്ച് പോകുന്ന ആ വഴിക്ക് തന്നെയാണ്. അതുപോലെ ഓഫ് റോഡ് പോകാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ വലിയ ബസ്സിലാണ് പോയത്, അതായത് 49 സീറ്റിൻ്റെ ബസ്സിൽ പോയത് കാരണം ഞങ്ങൾക്ക് ഓഫ് റോഡിലുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ അടുത്ത് പോയ സ്ഥലം വാഗമൺ മെഡോസ് ആണ്. അവിടെ കുട്ടികൾക്ക് 15 രൂപയും മുതിർന്നവർക്ക് 25 രൂപയുമാണ്. അതുപോലെ 60 വയസ്സ് കഴിഞ്ഞവർക്കും 15 രൂപ തന്നെയാണ് ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത്. ഈ നിൽക്കുന്നതൊക്കെ ഞങ്ങളുടെ റിലേറ്റീവ്സാണ് കേട്ടോ. അതുപോലെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറിയപ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ നല്ല കാറ്റാണ് എല്ലായിടത്തും. ചെറിയ രീതിയിലുള്ളൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ, അത്ര വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ അകത്തേക്ക് നടന്ന് കയറുമ്പോൾ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പ്രത്യേകം ടിക്കറ്റ് എടുക്കണമായിരുന്നു. പിന്നെ അതുപോലെ കാണുന്നതാണ് ഈ ലേക്ക്. അവിടെയും ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മെഡോസിൽ നിന്ന് നേരെ പോയത് പൈൻ ഫോറസ്റ്റിലേക്കായിരുന്നു. അവിടെ മുതിർന്നവർക്ക് 15 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമായിരുന്നു ടിക്കറ്റ്.
പൈൻ ഫോറസ്റ്റിൽ നിന്ന് നേരെ പോയത് അഡ്വഞ്ചർ പാർക്കിലേക്കായിരുന്നു. ഈ കാണുന്നതാണ് അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ദൂരം നിന്നും എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അതുപോലെ മറ്റ് പലതരത്തിലുള്ള അഡ്വഞ്ചറായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ ഞങ്ങൾ ഫുഡ് കഴിച്ചതും അഡ്വഞ്ചർ പാർക്കിൽ പോയതിന് ശേഷമായിരുന്നു കേട്ടോ ഉച്ചത്തെ ആഹാരമൊക്കെ കഴിച്ചത്. അവിടെ നിന്ന് കുറേ നേരം കണ്ടതിന് ശേഷം അടുത്ത് വീണ്ടും ഞങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്രയായി. അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് പരുന്തുംപാറയിലേക്കായിരുന്നു. പോകുന്ന വഴിക്ക് ഇതുപോലത്തെ തടാകമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നിറയെ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. അതും വളരെയധികം രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അടുത്ത് പോയത് ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ പരുന്തുംപാറയിലേക്കായിരുന്നു. വാഗമണിലെ എല്ലാ സ്ഥലങ്ങളും തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചധികം ഇഷ്ടപ്പെട്ടത് ഈ പരുന്തുംപാറയായിരുന്നു എന്ന് തോന്നുന്നു. പരുന്തുംപാറയിൽ അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു, അതിനോടൊപ്പം നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വൈകുന്നേരമാണ് എത്തിയത്, ഏകദേശം ഒരു 5 മണി സമയത്തൊക്കെ. നല്ല തണുപ്പായിരുന്നു. പരുന്തുംപാറയിൽ വരുന്നതിന് പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഇത്രയും കാഴ്ചകൾ കണ്ട് തീരുന്നതിനോടൊപ്പം ഞങ്ങളുടെ ഈ വർഷത്തെ ടൂറും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം.